إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നരകം ഒരുപക്ഷെ ഒരുപാട് തവണ നാം ഏവരും കേട്ട ഒരു പദമായിരിക്കാം. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഇബാദുർ റഹ്മാനിൻ്റെ ക്വാളിറ്റികൾ എണ്ണി പറഞ്ഞ വേളയിൽ പടച്ച റബ്ബ് പറയാണ്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. എന്താ അല്ലാഹു തആല പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഇബാദുർ റഹ്മാൻ, പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ അവരെന്ത് ചെയ്യും? ഘോരമായ, ഏറ്റവും മോശപ്പെട്ട സങ്കേതമായ, ഏറ്റവും കഠിനമായ ആ നരകത്തിൽ നിന്നും രക്ഷ തേടുന്നവരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് വീണ്ടും പറയാണ്, അവരെന്ത് ചെയ്യും? പടച്ച റബ്ബേ, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നവർ പറയുന്നവരായിരിക്കുമെന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവർ? വിശുദ്ധ ചിത്ര ആയത്തുകളും ഹദീസുകളും നരകത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്, ഫഖദ് ഫാസ്, അപ്പോൾ അവനാകുന്നു യഥാർത്ഥ വിജയി. ദുനിയാവിലെ കേവലം എന്തെങ്കിലുമൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കലല്ലേ പ്രിയപ്പെട്ടവരെ വിജയം എന്ന് പറഞ്ഞാൽ. ഘോരമായ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രക്ക് പ്രവിശാലമായ സ്വർഗം, ആ സ്വർഗം കരസ്ഥമാക്കലാണ് വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നരകത്തിൻ്റെ ഭയാനകത അത് എത്രത്തോളമാണെന്നറിയോ? മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരിക്കൽ പറയാണ്, വല്ലാ, അല്ലാഹു തന്നെയാണേ സത്യം, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലദഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന്. ആ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നെങ്കിലേ നമ്മുടെ ചിരിയൊക്കെ കുറച്ച് നമ്മൾ കരച്ചിൽ അധികരിപ്പിക്കുമായിരുന്നു എന്ന്
മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ കാര്യമാണ്. മഹാനായ ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ആർക്കെങ്കിലും യഥാർത്ഥ അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ എല്ല് പൊട്ടുവോളം നിങ്ങൾ നിസ്കരിക്കുമായിരുന്നു, നിങ്ങളുടെ കാഴ്ച പറ്റുവോളം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരയുമായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബീ മുലൈക റഹ്മഹുല്ല പറയാണ്. ആ നരകത്തിൻ്റെ ഭയാനകത പ്രിയപ്പെട്ടവരെ അത്രത്തോളമാണ്. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയെ നാളെ പരലോകത്ത് കൊണ്ടുവരുന്നുള്ളതാണ്. നാളെ പരലോകത്ത് അവനെ കൊണ്ടുവന്നിട്ട് അവൻ ആ നരകത്തിൽ അങ്ങ് മുക്കും. നരകത്തിൽ മുക്കിയിട്ട് അവനങ്ങോട്ട് പുറത്തെടുത്തിട്ട് അവനോട് ചോദിക്കുന്ന യബ്ന ആദം, അല്ലയോ ആദമിൻ്റെ പുത്ര, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, നീ വല്ല അനുഗ്രഹത്തെയും നീ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, പടച്ച റബ്ബേ, ദുനിയാവിൽ ഞാൻ യാതൊരുവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ടില്ല എന്നവർ പറയുന്നുള്ളതാ. അത്രക്ക് ഭയാനകരമാണ് പ്രിയപ്പെട്ടവരെ നരകം. ആ നരകത്തിൻ്റെ വിറക് പോലും എന്താ? വഖൂദുഹന്നാസു വൽ ഹിജാറ. വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൻ്റെ വിറക് പോലും പ്രിയപ്പെട്ടവരെ കല്ലും മനുഷ്യരുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്തുകൊണ്ടാണ് അടുപ്പുണ്ടാക്കൽ? കല്ല് കൊണ്ടാണ്. ആ കല്ല് കത്തിക്കപ്പെടുന്ന തീയാണ് പ്രിയപ്പെട്ടവരെ നാളെ നരകത്തിലെ തീ. പ്രവാചകൻ പറഞ്ഞില്ലേ, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം. നിങ്ങളിവിടുത്തെ ദുനിയാവിലെ തീ എന്താണ്? അത് നരകത്തിലെ തീയുടെ 70 ഒരംശം മാത്രമാണ്. ഒരു മെഴുകുതിരിയുടെ മേലെ ഒരു നിമിഷം പോലും കൈവക്കാൻ സാധിക്കാത്ത ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, എത്ര ഭയാനകരമായിരിക്കും ആ നരകത്തിൻ്റെ തീ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ വീണ്ടും അതിൻ്റെ ഭയാനകതകളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ പറയാണ് പ്രിയപ്പെട്ടവരെ, ആ നരകണ്ടല്ലോ, നാളെ പരലോകത്തെ ആ നരകം കൊണ്ടുവരുന്നുള്ളതാണ്. എങ്ങനെയാണെന്നറിയുമോ? 70,000 കണ്ണികളുള്ള ചെങ്ങലകളിൽ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരും. ഓരോ കണ്ണികളിലും പ്രിയപ്പെട്ടവരെ 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത്രക്ക് വലിപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ ആ നരകത്തിന്. ആ നരകത്തിൽ അകപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ ശരീരത്തിൻ്റെ കോലത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പ്രവാചകൻ പറഞ്ഞത് അറിയോ പ്രിയപ്പെട്ടവരെ? ഇന്ന ജിൽദൽ കാഫിർ 42 ദിറാഅ. നരകത്തിൽ കത്തിയെരിയുന്ന ഒരു വ്യക്തിൻ്റെ തൊലിൻ്റെ നീളത്തിലെന്നറിയോ? 42 മുഴ. നരകത്തിൽ കത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ തൊലിന്റെ നീളം പ്രിയപ്പെട്ടവരെ അത് 42 മുഴ. പ്രവാചകൻ വീണ്ടും പറയാ, അവന്റെ മുൻപല്ലെന്തുണ്ട്? അത് അവന്റെ പല്ല് ഉഹുദ് മലയോളം വലുപ്പമുണ്ടായിരിക്കും. അവന്റെ ഇരിപ്പിടം, നരകത്തിൽ അവന്റെ ഇരിപ്പിടം എന്തുണ്ട്? അത് മക്കക്കും മദീനക്കും ഇടയിലുള്ള വഴി ദൂരമുണ്ടായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. തൊലിന്റെ നീളം 42 മുഴം. പല്ല് പ്രിയപ്പെട്ടവരെ ഉഹുദ് മലയോളം വലുപ്പ. ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടി ഉഹുദ് മല, ആ സമയത്തൊക്കെ ഉഹുദ് മല കണ്ട ആൾക്കാർക്ക് അറിയാം ഉഹുദ് മലക്ക് എത്ര വലിപ്പമുണ്ട് എന്നുള്ളത്. അത്ര വലിപ്പമുണ്ടായിരിക്കും ആരുടെ പല്ലിന്? നരകത്തിൽ കത്തിയെരിയുന്ന വ്യക്തിൻ്റെ പല്ലിന്. അവൻ്റെ ഇരിപ്പിടം പ്രിയപ്പെട്ടവരെ മക്കക്കും മദീനക്കും ഇടയിലുള്ള വഴി ദൂരം ഉണ്ടാവും എന്നുള്ളതാ. അത്രക്ക് വിരൂപിയായിരിക്കും ആര്? നരകത്തിൽ കത്തിയെരിയുന്ന വ്യക്തി. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദ്ജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, എൻ്റെ ആയത്തുകളെ, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ ധിക്കരിച്ചവർ, അവർക്ക് എന്തെയും പ്രിയപ്പെട്ടവരെ അവരെ നരകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കുല്ലമാ നദ്ജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, 42 മുഴം നീളമുള്ള അവരുടെ തൊലി ഉണ്ടല്ലോ, അതങ്ങട്ട് കത്തിയേരിയുമ്പോഴേ പടച്ചറബ് അടുത്ത തൊലി കൊടുക്കുക. എന്തിന് പ്രിയപ്പെട്ടവരെ? ലിയദൂഖുൽ അദാബ്, ആ നരകത്തിൻ്റെ വേദന അവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടെന്ന് മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിയിട്ട് നമ്മൾ പഠിപ്പിക്കുക. ആ നരകത്തിൻ്റെ ഒക്കെ പേര് കേട്ടാൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയപ്പെടും. എന്താ നരകത്തിൻ്റെ പേര്? നരകത്തിന് ഒരു പേരാണ് ലള എന്ന് പറഞ്ഞാൽ. കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തൽ ലിശ്ശവാ, കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തൽ ലിശ്ശവാ, സംശയം വേണ്ട, തീർച്ചയായും അത് ലളാ, ആളിക്കത്തുന്നതാകുന്നു ആ നരകം. നസ്സാഅത്തൽ ലിശ്ശവാ, തലയുടെ തൊലി ഉരിച്ചു കളയുന്നതാണ് ആ നരകം. അത്രക്ക് ഭയാനകരമാണ് പ്രിയപ്പെട്ടവരെ നരകം. മറ്റൊരു പേരെന്താ? അത് സഖർ എന്നുള്ളതാണ്.
സഉസ്ലീഹി യൗമ യുസ്ഹബൂന ഫിന്നാർ അലാ വുജൂഹിഹിം ദൂഖു മസ്സ സഖർ. മുഖം നിലത്തിങ്ങനെ കുത്തിയ നിലയിൽ അവരെന്തെയും നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്നൊരു ദിവസം. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19. വിശുദ്ധ ഖുർആന്റെ ആയത്താ പ്രിയപ്പെട്ടവരെ. എന്താ അർത്ഥം? സഉസ്ലീഹി സഖർ, വഴിയെ അവനെ ഞാൻ ആ സഖറിൽ നരകത്തിലിട്ട് എരിക്കുന്നതാണ്. വമാ അദ്റാക മാ സഖർ, സഖർ എന്തെന്നാൽ നിനക്കറിയുമോ? ലാ തുബ്ഖി വലാ തദർ, ലാ തുബ്ഖി വലാ തദർ, അതെന്തയില്ല ആ സഖർ, അതൊന്നും ബാക്കിയാക്കപ്പെടുകയില്ല. ലവാഹത്തുൽ ലിൽ ബശർ, നമ്മുടെ തൊലി അത് കരിച്ച് വികൃത രൂപമാക്കി മാറ്റാൻ കഴിവുള്ളതാണ് ആ സഖർ. അലൈഹാ 19. അതിനെന്തുണ്ട് പ്രിയപ്പെട്ടവരെ? 19 കാവൽക്കാരുണ്ട്. നാളെ നരകത്തിൽ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ വെച്ച് കത്തിയെരിയുന്നവരോട് ചോദിക്കുന്നുണ്ട്, മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ ഈ സഖറിലെത്താനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ചില മറുപടികളുണ്ട്. قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين. അവരോട് ചോദിക്കുക, മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ ഈ സഖറിൽ എത്തിച്ചേരാൻ നിങ്ങളെ എന്താ ഈ സഖറിൽ പ്രവേശിപ്പിച്ചതെന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ അവർ പറയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ആരായിരുന്നില്ല പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികൾക്ക്, അനാഥകൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവരായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, തോന്നിവാസികളുടെ കൂടെ ദുനിയാവിൽ ഞങ്ങൾ കളിച്ചും ചിരിച്ചും രമിച്ചും ഭോഗിച്ചും നടന്ന് അങ്ങനെ കഴിച്ചുകൂട്ടി. വകുന്നാ നുകദ്ദിബു യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തെ ഞങ്ങൾ കളവാക്കുകയും ചെയ്തു. ഹത്താ അതാനൽ യഖീൻ, അങ്ങനെ ആ ഉറപ്പായ മരണം അത് ഞങ്ങൾക്ക് വന്നെത്തി. പ്രിയപ്പെട്ടവരെ, അതാണ് സഖർ, കത്തിയെരിയുന്ന നരകം. മറ്റൊരു പേരെന്താ നരകത്തിൻ്റെ? അത് ദാറുൽ ബവാർ എന്നുള്ളതാണ്. എന്താ ദാറുൽ ബവാർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നശിക്കുക, നഷ്ടപ്പെടുക, താഴുക, മോശമാകുക എന്നൊക്കെയാണ് ബവാർ എന്ന് പറഞ്ഞ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റാ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഅ്സൽ ഖറാർ. പടച്ചറബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദി കേട് കാണിച്ച ആളുകൾ അവർ ആ ദാറുൽ ബവാറിൽ ഉണ്ടാവുന്നതാ. എന്താ ദാറുൽ ബവാർ പ്രിയപ്പെട്ടവരെ? ജഹന്നമ യസ്ലൗനഹാ വബിഅ്സൽ ഖറാർ, അഥവാ നരകത്തിൽ അതിലെന്തിയും അവരങ്ങനെ കത്തിയെരിയും. അതത്ര മോശമായ താമസ സ്ഥലമാണെന്ന് അല്ലാഹു തആല ചോദിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നരകം. ആ നരകത്തിൽ ലഭിക്കുന്ന സത്യനിഷേധികൾക്ക് ലഭിക്കുന്ന, ആ നരകത്തിൽ അകപ്പെടുന്ന കുറ്റവാളികൾക്ക് ലഭിക്കുന്ന, അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള ഖുർആനുകളും ഹദീസിൻ്റെ അധ്യാപനങ്ങളും വന്നിട്ടുണ്ട്. ഒരു ഭക്ഷണം തരാൻ അവർക്ക് ലഭിക്കുന്നത് ദൊരീ ആണ്. എന്താ ദൊരീ എന്ന് പറഞ്ഞാൽ? ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദൊരീ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു തരം കള്ളിമുൾ ചെടിയാണത്. അവർക്കെന്തില്ല? ആ ദൊരീ അല്ലാതെ മറ്റൊരു ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. ആ ദൊരീ എന്തെങ്കിലും അവർക്ക് അവരെ വിശപ്പ് മാറ്റൂല, അവർക്കൊരു പോഷണം ആ ദൊരീ നൽകുകയുമില്ല എന്നുള്ളതാണ്. അതാണ് പ്രിയപ്പെട്ടവരെ നരകം. മറ്റൊരു ഭക്ഷണം എന്താ? അത് സഖൂമാണ്. ഇന്ന ഷജറത്ത സഖൂം തുആമുൽ അസീം കൽ മുഹൽ യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. മറ്റൊരു ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് സഖൂം എന്ന് പറഞ്ഞാൽ. ഇന്ന ഷജറത്ത സഖൂം തുആമുൽ അസീം, അത് പാപികളുടെ ഭക്ഷണം നരകത്തിൽ വെച്ചിട്ട്. അതെങ്ങനെയാണ്? കൽ മുഹൽ യഗ്ലി ഫിൽ ബുതൂൻ, അതെന്താണ്? ലോഹം പോലെ. ലോഹം പോലെ എന്തെയും അതങ്ങനെ വയറ്റിൽ കടന്നിട്ട് അങ്ങനെ അത് വെന്തുരുകുന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തെ നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ഭക്ഷണം കഴിച്ചാൽ അത് വയറ്റിൽ കടന്നിട്ട് പ്രിയപ്പെട്ടവരെ അതങ്ങനെ ചുടുവെള്ളം തിളക്കുന്നത് പോലെ തിളക്കുകയാണ്. അത്രക്ക് ഭയാനകരമാണ് പ്രിയപ്പെട്ടവരെ നരകം. മറ്റൊരു ഭക്ഷണം എന്താ? അത് ഗിസ്ലീനാണ്. എന്താ ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ? ഫലൈസ ലഹുൽ യൗമ ഹഉനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. മറ്റൊരു ഭക്ഷണത്തിൻ്റെ പേരാണ് ഗിസ്ലീൻ. ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നരകവാസികളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലവും ചോരയുമാണ് ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ. ഖുർആൻ പറയാണ് ഫലൈസ ലഹുൽ യൗമ ഹഉനാ ഹമീം, അതിനാൽ അവർക്കെന്തില്ല ഇന്നിവിടെ യാതൊരു ഉറ്റബന്ധുക്കളുമില്ല. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, അവർക്ക് ഗിസ്ലീൻ അല്ലാതെ മറ്റൊരു ആഹാരവുമില്ല. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, പാപികളല്ലാതെ കുറ്റം ചെയ്യുന്നവരല്ലാതെ ഒരാളും അത് ഭക്ഷിക്കുകയുമില്ല. അതാണ് പ്രിയപ്പെട്ടവരെ ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ. മറ്റു ലഭിക്കുന്നതാണ് എന്ത്? ഹമീം. വിശുദ്ധ ഖുർആൻ പറയാണ് യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ, അവർക്കെന്തെയും ചൂട്
ഏറ്റവും കഠിന ചൂടുള്ള വെള്ളം, അതിൻ്റെ ചുറ്റും അവരിങ്ങനെ ചുറ്റും തവാഫ് ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അവർക്ക് നരകത്തിൽ എന്തുണ്ടാവില്ല? ഒന്നെങ്കിൽ കൊടും ചൂടുള്ള വെള്ളം, അല്ലെങ്കിൽ കൊടും തണുപ്പ്. ആ തണുത്ത വെള്ളം കുടിച്ചാൽ അത് തൊണ്ടയിൽ അങ്ങോട്ട് കുടുങ്ങിക്കിടക്കും എന്നുള്ളതാണ്. അത്രക്ക് പ്രയാസവും പരിതാപകരവുമാണ് പ്രിയപ്പെട്ടവരെ ആ നരകം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഭയാനതകൾ നമ്മളിങ്ങനെ ഓരോ ആയത്തുകളുടെയും ഹദീസുകളുടെയും കടന്നു പോകുമ്പോഴേ നമ്മുടെ മനസ്സിങ്ങനെ പിടക്കും. അള്ളാന്റെ റസൂൽ ഇത്തരം താക്കീതുകളൊക്കെ നമ്മൾ നൽകിയിട്ടും ആ താക്കീതുകൾ നമ്മൾ പരിഗണിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടെയൊക്കെ പര്യവസാനം അതിഭയാനകരമായിരിക്കും. പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുക, നരകത്തിൽ വെച്ച് ചില വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു ഭക്ഷണമാണെന്ത്? തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ പഠിപ്പിക്കാണ് പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്? അത് നിഷിദ്ധമാണ്. അത് ചേല് മാറി, കോലം മാറി, നിറം മാറി, പാക്കറ്റ് മാറി, എങ്ങനെ വന്നാലും ലഹരി ഉണ്ടാക്കുന്നതെല്ലാം എന്താണ്? ഹറാമാണ്. ഇന്നല്ലാഹ അഹദ ലിമൻ യശ്രിബുൽ മുസ്കിർ അൻ യസ്ഖീഹു മിൻ തീനത്തിൽ ഖബാൽ. അല്ലാഹു തആല ഇതാ വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്താ അള്ളാന്റെ വാഗ്ദാനം? ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അൻ യസ്ഖീഹു മിൻ തീനത്തിൽ ഖബാൽ, അവനെന്തെയും? തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാ, യാ റസൂലല്ലാ വമാ തീനത്തുൽ ഖബാൽ, അള്ളാന്റെ റസൂലേ എന്താണ് തീനത്തുൽ ഖബാൽ? പ്രവാചകന്റെ മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ. നരകത്തിലെ പ്രിയപ്പെട്ടവരെ, നരകവാസികളുടെ വിയർപ്പും ചെലവുമാണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ. ദുനിയാവിൽ ലഹരി ഉപയോഗിച്ചാലേ പരലോകത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ അത് ഉപയോഗിക്കേണ്ട ഹതഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും എത്തേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു പാനീയം എന്താ? അത് ഖസ്സാഖാണ്. നേരത്തെ സൂചിപ്പിച്ചു, കൊടും തണുപ്പുള്ള വെള്ളമാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് നരകത്തിൻ്റെ പാനീയവും ഭക്ഷണത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. നരകക്കാരുടെ വസ്ത്രം എന്താ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് പറയാട്ടോ, സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വജൂഹുഹും മിന്നാർ. അവരുടെ വസ്ത്രം എന്താണ്? അത് ടാറ് കൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് എന്നുള്ളതാണ്. നമ്മുടെ റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ടാർ എന്ന് പറഞ്ഞാൽ. ആ ടാറ് കൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് ആർക്കുണ്ടാവുക? നരകത്തിലെ വ്യക്തികൾക്ക് ഉണ്ടാവുക. എന്നിട്ടോ വതഗ്ശാ വജൂഹുഹും മിന്നാർ, അവരുടെ മുഖങ്ങൾ എന്തെയും പ്രിയപ്പെട്ടവരെ തീ കൊണ്ട് പൊതിയും എന്നുള്ളതാണ്. മറ്റൊരു വസ്ത്രം എന്താ? ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിന്നാർ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. പടച്ചറബിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ധിക്കരിച്ചു കളഞ്ഞാൽ, സത്യനിഷേധികളായാൽ ഖുത്തിഅത് ലഹും സിയാബും മിന്നാർ, തീ കൊണ്ടുള്ള ഒരു വസ്ത്രം എന്തെയും അവർക്ക് നൽകപ്പെടുന്നുള്ളതാണ്. ഇത്രക്ക് ഭയാനകരമാണ് പ്രിയപ്പെട്ടവർ ആ നരകം. ആ നരകത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആരാ നരകത്തിൽ നിത്യമായിട്ടുണ്ടാവുക? ഏറ്റവും ഗൗരവമായ വിഷയം ശിർക്ക് ചെയ്യുക എന്നുള്ളത്. ശിർക്ക് ചെയ്തവൻ എന്ത് ചെയ്യില്ല? സ്വർഗത്തിൻ്റെ പടിവാതിൽ ഒരിക്കലും ചവിട്ടൂല. പ്രവാചകൻ പറഞ്ഞില്ലേ, മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. വിശുദ്ധ ഖുർആന്റെ ആയത്തായിക്കൊണ്ട് പ്രവാചകൻ നമുക്ക് ഓതി തരിക, മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്തലാണ് അള്ളാഹു തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ഉണ്ടാവാൻ പറ്റൂല. ഒരു ഏലസോ, ഒരു ഉറുക്കോ, ഒരു ഐക്കല്ലോ, ഒരു മമ്പർത്ത് തങ്ങളോ, ഒരു ബദ്രീങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് മാത്രം മതി. ആ അചഞ്ചലമായ തൗഹീദിൽ പ്രിയപ്പെട്ടവരെ ഉറച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരു കുട്ടി ജനിച്ചാൽ ഒരു കറുത്ത വളയോ, ഒരു കറുത്ത ചരടോ, ഒരു കറുത്ത പൊട്ടോ നമുക്ക് ആവശ്യമില്ല. ആ കുട്ടിയെ 9 മാസവും 10 ദിവസവും മാതാവിൻ്റെ ഗർഭാശയത്തിൽ പോറ്റി വളർത്തിയ ആ പടച്ചറബിന് കുട്ടി പുറത്തെത്തിയാലും പോറ്റി നോക്കാൻ കഴിയും. കറുത്ത വരടും ചരടും കരിവളയും കറുത്ത പൊട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. മുസ്ലിം സമുദായത്തിൽ പോലും ധാരാളം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ശിർക്കൻ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആ ശിർക്കൻ വിശ്വാസമുണ്ടെങ്കിൽ ആ നരകത്തിൽ നമ്മൾ നിത്യവാസിയായിരിക്കും. പ്രവാചകൻ വീണ്ടും പറയാണ് പ്രിയപ്പെട്ട നരകത്തിൽ സ്ഥിരം പ്രവേശിക്കുന്ന വ്യക്തികളെ കുറിച്ച്, യത്തീബിൻ്റെ മുതൽ അന്യായമായി ഭക്ഷിക്കുന്നവർ, അവർ നരകത്തിലായിരിക്കും. പ്രവാചകന്റെ വാക്ക, വിശുദ്ധ ഖുർആന്റെ ആയത്ത. വീണ്ടും പ്രവാചകൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ മനഃപൂർവ്വം വധിക്കുന്നവൻ അവൻ നരകത്തിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. മുനാഫിക്കീങ്ങൾ അവർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. ആരാ മുനാഫിഖ് പ്രിയപ്പെട്ടവരെ? കപട വിശ്വാസി. എന്താ മുനാഫിക്കിന്റെ അടയാളം? ആയത്തുൽ മുനാഫിഖീന സലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന. വിശ്വസിച്ചാൽ ചതിക്കും, വാക്കർത്ഥം പാലിച്ചാൽ ലംഘിക്കും, സംസാരിച്ചാൽ കളവ് പറയും. ഇത്തരം മുനാഫിക്കുകൾ അവരെന്തായിരിക്കും? നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കും. അതുകൊണ്ട് നരകത്തിലേക്ക് എത്തുന്നൊരു തിന്മയും നമ്മളാരും ചെയ്യാൻ പറ്റില്ല. പ്രവാചകൻ വീണ്ടും പറയാണ്,
ചില വ്യക്തികൾ അവർ നരകത്തിലുണ്ട്. അവരാരാണെന്ന് അറിയുമോ? ലാ യദ്ഖുലൂനൽ ജന്നത വലാ യജിദുന റീഹഹ. സ്വർഗത്തിൻ്റെ മണം പോലും എന്തുണ്ടാവില്ല, അത്തരം ആൾക്കാർക്ക് ലഭിക്കൂല. ചില സ്ത്രീകളാണ് അവർ. എന്താണ് അവർ ചെയ്യുക പ്രിയപ്പെട്ടവരെ? അവരെ പ്രത്യേകതയായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുക. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മഇലാത്തുൻ റുഊസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മഇല ലാ യദ്ഖുലൂനൽ ജന്ന വലാ യജിദുന റീഹഹ. സ്വർഗത്തിൻ്റെ പരിമണം പോലും ലഭിക്കാത്ത ചില സ്ത്രീകളുണ്ട്. അവരാരാ? അവർ നാമമാത്രമായിക്കൊണ്ട് വസ്ത്രം ധരിച്ച സ്ത്രീകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ഔറത്ത് മൊത്തം വെളിവാകുന്ന സ്ത്രീകളാ. ആടിപ്പാടി കൊഴിഞ്ഞു നടക്കുന്ന സ്ത്രീകളാ. അവൻ്റെ മുടി ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ പിൻഭാഗത്ത് കെട്ടിയിട്ട സ്ത്രീകളാ. അവരെക്കുറിച്ച് പ്രവാചകൻ പറയാ, ലാ യദ്ഖുലൂനൽ ജന്ന. അത്തരം സ്ത്രീകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. വലാ യജിദുന റീഹഹ. ആ സ്വർഗത്തിൻ്റെ മണം പോലും എന്തുണ്ടാവില്ല, അത്തരം സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചോളി. ആ പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ പെങ്ങളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ ഉൾപ്പെടുമോ എന്ന്? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒന്ന് ആലോചിച്ച് നോക്കി. പ്രവാചകൻ സ്വർഗത്തിൻ്റെ മണം പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ നമ്മുടെ പേര് പെടുമോ ഇല്ലേ എന്ന് മനസ്സിരുത്തി ആലോചിച്ചോളി. പ്രവാചകന്റെ വാക്കാണ് ഒരിക്കൽ പോലും കളവ് പറയാത്ത. പ്രവാചകൻ പറഞ്ഞു, അവർ സ്വർഗത്തിൻ്റെ പടിവാതിൽ ചവിട്ടൂല. പ്രവാചകൻ വീണ്ടും പ്രിയപ്പെട്ടവരെ, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്ർ. ആരെങ്കിലും മനസ്സിൽ ഒരു അണുമണിത്തൂക്കം കിബർ ഉണ്ടെങ്കിൽ, അഹങ്കാരം ഉണ്ടെങ്കിൽ, അവൻ സ്വർഗത്തിൻ്റെ പടിവാതിൽ ചവിട്ടൂല. അഹങ്കാരം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ഒഴിവാക്കിക്കോളി. പ്രവാചകൻ വീണ്ടും പറയാണ് പ്രിയപ്പെട്ടവരെ, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാർ ഫഫിന്നാർ. നെര്യാണിക്കടിക്ക് വസ്ത്രം ഉള്ളത് എന്താണ്? അത് നരകത്തിലേക്കുള്ളതാ. ഇന്ന് പല പുരുഷന്മാരും അവർ പള്ളിയിലേക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? പേൻ്റെ നെര്യാണിക്ക് മേലെ കയറ്റിയെടുക്കും. നിസ്കരിക്കുമ്പോൾ മാത്രം ഒരു പ്രത്യേക പടച്ചോനെ പേടി. പ്രിയപ്പെട്ടവരെ, നെര്യാണിക്കടിക്ക് വസ്ത്രം ഇട്ടാൽ അത് നരകത്തിലാണെന്ന് പറഞ്ഞത് പ്രവാചകനാണ്. എന്തേ പുരുഷന്മാരെ നമ്മുടെ വസ്ത്രം നമുക്ക് നെര്യാണിക്ക് മേലെ മാറ്റിയെടുക്കാൻ പറ്റാത്തത്? പ്രവാചകന്റെ വാക്ക് അവൻ നരകത്തിലാണെന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് പടച്ചിറബന്ധയില വല യൻദുറു ഇലൈഹിം ഇലാ യൗമിൽ ഖിയാമ. അവൻ്റെ മുഖത്തേക്ക് നോക്കൂല എന്നുള്ളതാണ്. നെര്യാണിക്കടിക്ക് വസ്ത്രയുടെ പുരുഷന്മാരുടെ മുഖത്തേക്ക് പടച്ചിറബ് നാളെ പരലോകത്ത് നോക്കൂല. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം തിന്മകളൊക്കെ ഭയപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്നവരായി തീരാൻ നാം ഏവരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തെക്കുറിച്ചും അതിൻ്റെ ഭയാനകതകളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചു വന്നത്. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആ നരകത്തെക്കുറിച്ചെങ്ങാനും നമ്മൾ പൂർണ്ണമായി അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ ചിരിയെല്ലാം നമ്മൾ കുറച്ചിട്ട് നമ്മൾ കരച്ചിലിൽ ധാരാളമായി കൊണ്ട് മുഴുകുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൻ്റെ ഭയാനകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. നിങ്ങളെ സഹോദരന്മാരെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്തോളി ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കോളി. വഖൂദുഹൻ നാസു വൽ ഹിജാറ. ആ നരകത്തിൻ്റെ വിറകെ അത് കല്ലും മനുഷ്യരുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിൽ എന്തുണ്ട്? കഠിന ഹൃദയരായ മലക്കുകളുണ്ട്. അല്ലാഹ് കൽപ്പിക്കുന്നത് മാത്രം ചെയ്യുന്ന, അല്ലാഹ് കൽപ്പിക്കാത്തതൊന്നും ചെയ്യാത്ത കഠിന ഹൃദയരായ മലക്കുകൾ ആ നരകത്തിലുണ്ട്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചോളി എന്ന് അല്ലാഹു തആല സത്യവിശ്വാസികളോട് പറയാം. നമ്മൾ ആലോചിച്ചോളി. പടച്ചറബ് പറഞ്ഞ ഈ കാര്യം പാലിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇന്ന് പല രക്ഷിതാക്കളും എന്ത് ചെയ്യും? സുബഹിക്ക് പള്ളിക്കെത്തും, പക്ഷെ മക്കളെ വീട്ടിൽ നിന്ന് എന്തെയില്ല, വിളിക്കൂല. ഒരു പക്ഷേ റോഡിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല വ്യക്തികളെയും നമ്മൾ കാണും, കൈമലൊക്കെ ചരട് കെട്ടി ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തൊക്കെ താമസിക്കുന്ന വ്യക്തികൾ പ്രിയപ്പെട്ടവർ, തൗഹീദ് എന്തെന്നറിയാത്ത, ഇസ്ലാം എന്തെന്നറിയാത്ത, മുസ്ലിമായിട്ട് പോലും സി എ മടവൂരിനെയും മാല മൗലിദിലും ഒക്കെ മായിക്കൊണ്ട് ശിർക്കൻ വിശ്വാസം പേർ നടക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ പറ്റും. അവരോട് പ്രിയപ്പെട്ടവരെ, ഇത് ശിർക്കാണെന്ന് പറയാൻ ഒരു തവണയെങ്കിലും നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഒരു വ്യക്തി എങ്ങാനും ഒരു സ്റ്റാൻഡ് തട്ടാതെ ബൈക്കുമേൽ പോയാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ആ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക അവന് വേണ്ടിയിട്ട്.
നമ്മുടെ നാട്ടിൽ ഒരു വീട് തീ പിടിച്ചാൽ നമ്മൾ ഏവരും എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് പോയിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടും. കാരണം ആ തീയിൽ ഒരു വ്യക്തി പോലും കയരുതെന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. എന്നാലേ ഒരു വ്യക്തി ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ അവൻ കാലാകാലം നരകത്തിലാണ്. നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന നമ്മുടെ സുഹൃത്തിനോട് എന്താണ് തൗഹീദ് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഒരു തവണയെങ്കിലും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിരുത്തി ആലോചിക്കണം. അതുകൊണ്ട് ദഅ്വ പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സജീവമായി ഇടപെടണം. നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, അതൊക്കെ ഒരു ദീനി അന്തരീക്ഷത്തിലായി മാറേണ്ടതുണ്ട്. രാവിലെ സുബഹിൻ്റെ മുമ്പ് വാപ്പി മക്കൾ കഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടായി നമ്മുടെ വീട് മാറണം പ്രിയപ്പെട്ടവരെ. സുബഹിക്ക് വാപ്പി മകനും പള്ളിയിലേക്ക് പോകണം, നേരത്തെ നടന്ന് പെൺമക്കളും ഉമ്മമാരും വീട്ടിൽ ജമാഅത്തായിക്കൊണ്ട് സുബഹി നിസ്കരിക്കുന്ന വീടാവണം നമ്മുടെ വീട്. സുബഹിക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാവണം നമ്മുടെ വീട്. അങ്ങനെ മാറ്റിയാൽ പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുന്നു പറഞ്ഞ പടച്ചറബിൻ്റെ കൽപ്പന സ്വീകരിച്ച സത്യവിശ്വാസികളായി കൊണ്ട് മാറാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഹതഭാഗ്യവാന്മാരായി തീരുമെന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നാളെ നരകത്തിൽ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കത്തിയെരിയുന്ന വേളയിൽ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കുന്നുള്ളതാ, അലം യഅതികും നദീർ, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? അവർ പറയും, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദബനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ കബീർ. വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് തവണ ഞാനും നിങ്ങളും ഓതിപ്പോയ ആയത്ത. എന്താ പ്രിയപ്പെട്ട, അവർ പറയാണ്, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, അതെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്, പക്ഷേ ഫകദബനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ കബീർ. ഞങ്ങൾ അവരെയൊക്കെ കളവാക്കി, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. എന്നിട്ട് ഇന്നൻതും ഇല്ലാ ഫീ ദലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് അവർ വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താം. സൂറയിൽ വീണ്ടും കാണാൻ പറ്റും, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ച റബ്ബേ, ഞങ്ങളൊന്ന് മടക്കിക്കൊണ്ട അല്ലാഹ് ദുനിയാവിലേക്ക്. നരകത്തിൽ ഇങ്ങനെ കടന്നേ കത്തിയെരിയുന്ന വേളയിൽ അവർ പറയാ, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ച റബ്ബേ, ദുനിയാവിൽ ഞങ്ങൾ ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് പടച്ചോനെ, അത് ചെയ്തു കൊള്ളാമെന്ന് അവർ വിലപിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിലാപം കൊണ്ട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ മരണം അതെപ്പോഴാണ് നമുക്ക് ആർക്കും പറയും. ഇന്നലെ പോലും എൻ്റെ കുടുംബത്തിലൊരു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഒരു പക്ഷേ തന്നിലൂടെ ജനിക്കുന്ന ഒരു ആദ്യത്തെ പേരമകനെ കാണാൻ സാധിക്കാതെയാണ് ആ പിതാവ് ഇന്നലെ യാത്രയായത്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിനും സ്വർഗ്ഗ പൂന്തോപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ മരണം എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയില്ല. കുത്തുബ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോണ വേളയിൽ നമ്മുടെ മരണം, ആ മരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഇവിടെ വെച്ചേക്കൂല. നമ്മുടെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഒരു 3 കഷ്ണം തുണിയിൽ നമ്മളെ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മളെ മഹലിലെ ഖബർസ്ഥാനിൽ നമ്മളെ കൊണ്ടുപോയി മറമാടി. നമ്മുടെ പ്രിയപ്പെട്ട പിതാവും പ്രിയപ്പെട്ട മാതാവും പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്തുക്കളും എല്ലാവരും തിരിച്ചു പോരും. പിന്നെ ആ ഖബറിൽ നമ്മൾ ഒറ്റക്കെടുക്കേണ്ട ചില രംഗങ്ങൾ വരാനുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്തുണ്ട് നമ്മുടെ കൂടെ എന്ന് മനസ്സിരിച്ച് ആലോചിച്ചു. പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. 3 കാര്യം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഏതാ 3 കാര്യം? പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇല്ലാമിൻ സ്വദഖത്തിൻ ജാരിയ, അവൻ്റെ ജാരിയ സ്വദഖ, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, മറ്റു ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി അവൻ കൊടുത്ത ജാരിയായ സ്വദഖ. പ്രിയപ്പെട്ടവരെ, എത്ര ഉണ്ടെന്ന് മനസ്സിരുത്തി ആലോചിച്ചോളൂ. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞു, അവൻ്റെ ഉപകാരപ്രദമായ അറിവ എത്ര നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മരണപ്പെട്ടു പോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി തുടിക്കുന്ന ഹൃദയത്തോടെ നനയുന്ന കണ്ണീരോടും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാനിന്ന് മരിച്ചാൽ, നിങ്ങളിന്ന് മരിച്ചാൽ, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനോ, നമ്മുടെ മയ്യത്തിന് മുമ്പിൽ വന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, അല്ലാഹ് ഈ കിടക്കുന്ന എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ പടച്ചോനെ, എൻ്റെ ഉപ്പനോട് കരുണ കാണിക്കണമേ പടച്ചോനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയുമെന്ന് നമ്മൾ മനസ്സിരുത്തി ചോദിച്ചു നോക്കി. നമ്മുടെ മക്കൾക്ക് ഇന്ന് പല മക്കൾക്കും അറിയില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ അവർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കണത്. അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കർമ്മം, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരണം എപ്പോഴും നമ്മളിലേക്ക് വരാം. അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് കോട്ടക്കുള്ളിലാണെങ്കിലും ആ മരണം നിങ്ങളെ പിടികൊടുക്കുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടിയെടുക്കുന്ന ആ മരണം അല്ലത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ മരണം സത്യമാണ്. ആ മരണം അങ്ങ് മരിച്ചാൽ നമ്മളൊക്കെ നാളെ പരലോകത്തിലേക്ക് നമ്മളൊക്കെ വരുന്ന രംഗമുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും തൂക്കി നോക്കിയാൽ നന്മയാണ് നമുക്കധികം, അതല്ല തിന്മയാണ് നമ്മുടെ അധികമെന്ന് മനസ്സിരിച്ച് ആലോചിച്ചോളെ. പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, നാളെ പരലോകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അറിയോ? ഒരടിമക്ക് അവൻ്റെ ഒരു കാലടിപ്പാട് മുന്നോട്ട് വെക്കാൻ പറ്റില്ല 4 കാര്യത്തെക്കുറിച്ച് ചോദിക്കാതെ. ഇതിൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം എന്താ? വഅൻ ഇൽമിഹി ഫീമ ഫഅല ബിഹി. അവൻ്റെ അറിവിനെ കുറിച്ച് ചോദിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ആ അറിവ് കൊണ്ട് അവൻ എന്ത് പ്രവർത്തിച്ചെന്ന് ചോദിക്കാതെ ഒരടിമക്ക് തൻ്റെ ഒരു കാലടിപ്പാട് മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് ക്ലാസ് കേട്ടവരാണ് ഞാനും നിങ്ങളും. ഒരുപാട് ഹദീസുകളുടെ മഹത്വം അറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. വിശുദ്ധ ഖുർആൻ്റെ ഒരു അക്ഷരം ഓതിയാൽ 10 പ്രതിഫലമുണ്ടെന്ന് അറിയാത്തവരായിട്ട് എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, അത്തരം സൽക്രമങ്ങൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളും എവിടെ ഉണ്ട് എന്ന് ആലോചിച്ചോളി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫ് പ്രതിഫലമുള്ള ദിവസമാണ്. നമ്മളിൽ എത്ര പേര് പ്രിയപ്പെട്ടവർ ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ട്? ഇല്ലെങ്കിൽ ഓതാനും മാറി ചിന്തിക്കാനും തിരിച്ച് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ ഒരു കൂട്ടത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ആ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.